നാട്ടിലൊക്കെ എല്ലാവരുടെയും പണ്ട് മുതലുള്ളൊരു ഫേവററ്റ് കോമ്പിനേഷനാണ് ചിക്കൻ കറിയും പൊറോട്ടയും. അപ്പോൾ ഇന്ന് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചെറിയ സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. ക്യാപ്സിക്കവും തക്കാളി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ക്യാപ്സിക്കം ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു കൊഴുപ്പ് കിട്ടും. പിന്നെ ഒരു പ്രത്യേക സ്മെല്ലും ഉണ്ടാവും. സാധാരണ ചിക്കൻ കറീനെക്കാട്ടിലും ഒരു വെറൈറ്റി ടേസ്റ്റും ഉണ്ടാവും. എല്ലാം ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് ഇട്ടിട്ട് ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് ചേർത്തിട്ട് കുറച്ച് സമയം കഴിയുമ്പം ചെറിയ തീയിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി എളുപ്പത്തിൽ തയ്യാറാക്കുന്നതേ ഉള്ളൂ. അധികം ഇൻഗ്രീഡിയൻസ് ഇട്ടില്ലെങ്കിലും ഈ ചിക്കൻ കറിക്ക് ടേസ്റ്റിന് ഒരു കുറവുമില്ല. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നാനുള്ള ഒരു ആഗ്രഹം കാണും അല്ലേ. അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ചിക്കൻ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റൈലൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് അധികം മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരുപാട് സമയം കുക്കിങ്ങിനായിട്ട് വേസ്റ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചിലപ്പം ചില ദിവസങ്ങളിലൊക്കെ മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണിത്. ഇനി ഈ ചിക്കൻ കറിയിലേക്ക് ഇത്തിരി പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ പരീക്ഷിക്കാത്തവരൊക്കെ ഇങ്ങനൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിക്കോളൂ. പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് അവസാനമായപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്പൈസി ചിക്കൻ കറി റെഡിയായി. ഇനി നമ്മുടെ ഓൾ ടൈം ഫേവററ്റായ പൊറോട്ടയും ചിക്കൻ കറിയും കോമ്പിനേഷൻ ഈ ഒരു കറിയും കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.